തദ്ദേശ തെരഞ്ഞെടുപ്പിൽ AP വിഭാഗം സമസ്ത വോട്ടുകൾ ചോർന്നുവെന്ന് INL. സാമുദായിക വോട്ടുകൾ LDFന് ലഭിച്ചില്ല. ഇതിൽ അന്വേഷണം നടത്തണമെന്നും ചില സാമുദായിക നേതാക്കളുടെ പ്രതികരണം തിരിച്ചടിയായി എന്നുമാണ് അഹമ്മദ് ദേവർകോവിലിന്റെ പ്രതികരണം. അതിനിടെ LDFനെ വിമർശിച്ച INLനെതിരെ നാഷണൽ ലീഗ് രംഗത്തെത്തി. INL ഇടതുപക്ഷത്തോട് നന്ദികേട് കാട്ടിയെന്നാണ് സെക്രട്ടറി അബ്ദുൾ അസീസിന്റെ പ്രതികരണം. അഹമ്മദ് ദേവർകോവിൽ വിഭാഗത്തിൻ്റെ പത്രസമ്മേളനം യഥാർത്ഥത്തിൽ വലിയ നന്ദികേടിൻ്റെ പ്രകടനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിഗണിച്ചില്ലെങ്കിൽ അപ്പോഴാണ് പറയേണ്ടത്. അതുമാത്രമല്ല, ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിലാണ്. അദ്ദേഹം LDFന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നയാളാണല്ലോ. അതിൽ പറയുന്നതിന് പകരം പരസ്യമായി മാധ്യമങ്ങളോട് മുന്നണി താല്പര്യത്തിന് വിരുദ്ധമായ പ്രസ്താവന നടത്തി എന്ന് പറയുന്നത് വലിയ നന്ദികേടാണ്. മാത്രമല്ല, ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ 5 വർഷമായി 2.5 വർഷം മന്ത്രിസ്ഥാനവും 2.5 വർഷത്തിലേറെ മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും മറ്റ് സംവിധാനങ്ങളുമെല്ലാം കൈവശം വെക്കുകയും പുതിയ കാലഘട്ടത്തിൽ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടാൻ അവസരമൊരുക്കുകയുമാണ് ഇത്തരമൊരു പ്രസ്താവനയിലൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്ന് വേണം കരുതാൻ. നേരത്തെ LDFന് കൃത്യമായി വോട്ട് ചെയ്തിരുന്ന ചില മതവിഭാഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ LDFനോടൊപ്പം നിന്നിട്ടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തിയത്. അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഗൗരവതരമായി തന്നെ പരിശോധിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം തർക്കം പരിഹരിച്ചില്ല എങ്കിൽ INLന് കഴിഞ്ഞ തവണ നൽകിയ 3 സീറ്റ് CPM നൽകില്ല. ഒന്നായി വന്നാൽ മാത്രം പരിഗണന എന്ന നിലപാട് CPM എടുക്കുകയാണ്. INLലെ ഇരു വിഭാഗത്തെയും അക്കാര്യം അറിയിക്കുകയും ചെയ്യും. AK അഭിലാഷും റഹീസ് റഷീദും വിവരങ്ങളുമായി. അഭിലാഷ്, ഇപ്പോൾ INLും നാഷണൽ ലീഗും തമ്മിലുള്ള തർക്കമാണ്. ഇനിയിപ്പോൾ മത്സരിക്കുന്നതിൽ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ മന്ത്രിസ്ഥാനം നൽകില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് മുന്നേ പറയുന്നത്. എന്താണ് അറിയാനാകുന്നത്? INL നാഷണൽ ലീഗ് തർക്കം ഏതുവരെ നീളും? സ്മൃതി, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലെ തിരിച്ചടിയാണ് INL വിഭാഗം നേരിടേണ്ടി വന്നത്. അതായത് മുസ്ലിം സമുദായത്തിന് മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിൽ പോലും വാർഡുകളിൽ പോലും വലിയ തരത്തിലുള്ള പരാജയം നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ INL ഇക്കാര്യം തുറന്നു പറയാൻ നിർബന്ധിതമാകുന്നത്. അതായത് ഇടതുപക്ഷത്തിനൊപ്പം കാലാകാലങ്ങളായി ഉറച്ചു നിന്ന സാമുദായിക വോട്ടുകൾ ഇത്തവണ ലഭിച്ചില്ല. അതായത് കാന്തപുരം വിഭാഗത്തിന്റെ വോട്ടുകൾ അടക്കം തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തത്. ഇതിൽ പ്രധാനമായും വെള്ളാപ്പള്ളിയുടെ നിലപാടും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ തിരിച്ചടിച്ചു എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുകയും ചെയ്തത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഹമ്മദ് ദേവർകോവിലിന് ഇത്തവണ MLA സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനാവശ്യമായ സീറ്റ് നൽകാൻ സാധ്യതയില്ല എന്ന ചില വിലയിരുത്തലുകളുണ്ട്. ഇതുകൂടി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ LDFനെതിരെ അതിരൂക്ഷമായ വിമർശനം INLന്റെ ഭാഗത്ത് ഉയർന്നു വരുന്നത് എന്നാണ് ഇപ്പോൾ നാഷണൽ ലീഗിന്റെ ഭാഗത്ത് വരികയും ചെയ്തത്. അതോടൊപ്പം തന്നെ അതിലും ഗുരുതരമായ ഒരു ആരോപണം എന്നുള്ളത് INL ഇപ്പോൾ തന്നെ UDFുമായി ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തി എന്നാണ്. മുന്നണി പ്രവേശനത്തിനായി പുതിയ മേച്ചിൽപ്പുറം തേടുന്നതിനായി ചർച്ചകൾ നടത്തി എന്നുള്ള അതിഗുരുതരമായ ആരോപണങ്ങൾ കൂടി ഇപ്പോൾ നാഷണൽ ലീഗിന്റെ ഭാഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ INL നടത്തിയിരിക്കുന്നത് മുന്നണി മര്യാദയുടെ ലംഘനമാണ്. അതോടൊപ്പം തന്നെ തീർത്തും നന്ദികേടാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നതാണ്. കാരണം 2.5 വർഷക്കാലത്തോളം MLA സ്ഥാനം നൽകി, മന്ത്രിസ്ഥാനം നൽകി, MLA ആക്കി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആരോപണം നാഷണൽ ലീഗിന്റെ ഭാഗത്ത് വരികയും ചെയ്തത്. ഏതായാലും LDFനെ സംബന്ധിച്ച് അത്രത്തോളം ശുഭകരമായ കാര്യമല്ല. കാരണം മുന്നണിക്കൊപ്പം നിന്നിരുന്ന സാമുദായിക വോട്ടുകൾ ഇത്തവണ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള തുറന്നു പറച്ചിലാണ് ഇപ്പോൾ INL നടത്തുന്നത്. ശരി.